ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. മനസ്സറിയാത്ത കാര്യങ്ങൾക്ക് മാത്രം ശിക്ഷിക്കപ്പെടാൻ ഞാൻ എന്ത് പാപ ചെയ്തത്? എല്ലാത്തിനും ഒരു ഉത്തരവേ ഉള്ളൂ. എന്റെ ജന്മം ശരിയല്ല. ഹലോ, ആരാ വിളിക്കുന്നേ? ഞാനാ. ഞാനെന്ന് പറഞ്ഞ പെൺകുട്ടികളുടെ ഫോണിലേക്ക് വിളിച്ചിട്ട് ഞാനാണെന്ന് പറയുന്നവരെ ഇഷ്ടം പോലെ ഉണ്ട്. നീ ആരാണെന്ന് തെളിച്ച് പറയണം. ഞാൻ വരുണ, കണിമംഗലത്ത്. ഓ, എന്താ വിളിച്ചേ? രാധിക എവിടെ? ആ, എന്തിനാ? എനിക്ക് അയാളോടൊന്ന് സംസാരിക്കണം. ആ, അവൾക്ക് നിന്നോട് പ്രത്യേകിച്ച് ഒന്നും സംസാരിക്കാനില്ലാത്തത് കൊണ്ടാ ഫോൺ എന്നെ ഏൽപ്പിച്ചത്. മുത്തച്ഛി വെറുതെ പറയാ, അയാൾ അങ്ങനൊന്നും പറയില്ല. എടാ, ഫോൺ എന്നെ ഏൽപ്പിച്ചു. കണിമംഗലത്ത് നിന്നും വരുൺ വിളിക്കുകയാണെങ്കിൽ മുത്തശ്ശി സംസാരിച്ചാൽ മതി, എനിക്കൊന്നും സംസാരിക്കാനില്ല എന്ന് പറഞ്ഞു. ഞാനത് വിശ്വസിക്കാൻ പോകുന്നില്ല. ആ, നീ വിശ്വസിക്കുകയോ വിശ്വസിക്കാതിരിക്കുകയോ ചെയ്, അത് നിന്റെ ഇഷ്ടം. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഇനി മേലിൽ ഈ ഫോണിലേക്ക് വിളിക്കാനോ അവളുടെ കാര്യങ്ങൾ അന്വേഷിക്കാനോ പാടില്ല. ജീവിതം ഒരു കളിയല്ല മോനെ. നിന്റെ ഒപ്പം ജീവിക്കാൻ വേണ്ടി ഒരു പെൺകുട്ടി അവിടെ ഉണ്ട്. നീ മര്യാദ ഉള്ളവനാണെങ്കിലേ അവളെ സ്നേഹിക്കണം, എന്നിട്ട് അവൾക്കൊപ്പം ജീവിക്കുന്നേ. ഉപദേശമൊന്നും എനിക്ക് വേണ്ട. മര്യാദക്ക് അവൾക്ക് ഫോൺ കൊടുക്കാൻ പറഞ്ഞില്ലേ? എടാ ചെക്ക, നീ ആരോടാ കൽപ്പിക്കുന്നേ? ഈ സുകുമാരിയോടോ? ആറ്റുവാശ്ശേരിയിലെ കണിമംഗലത്തിന്റെ അത്ര പൊന്നും പണമൊന്നും ഇല്ലായിരിക്കും, പക്ഷെ ചങ്കൂറ്റത്തിന് സുകുമാരിക്ക് യാതൊരു കുറവുമില്ല. നേരെ ചൊവ്വേ അല്ല പെൺകുട്ടികളോട് പെരുമാറുന്നതെങ്കിലേ നീ പറഞ്ഞ രാധിക ഉണ്ടല്ലോ, അവളെ കൊണ്ട് ഞാൻ പോലീസ് സ്റ്റേഷനിലോട്ട് പോകും. എന്നിട്ട് അവളെ കൊണ്ടൊരു പരാതി കൊടുപ്പിക്കും. ഇക്കാലത്ത് പെൺപിള്ളേരൊരു പരാതി കൊടുത്താലേ അത് പോലീസുകാരെങ്ങനെയാ കൈകാര്യം ചെയ്യുന്നതെന്ന് അറിയാലോ. ഇടാ, വെറുതെ നാണം കെടാതെ സ്വന്തം തടി നോക്കിക്കോ, അതാ നിനക്ക് നല്ലത്. മുത്തശ്ശി, നിങ്ങൾ എന്തിനാ ശ്രമിക്കുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ നിങ്ങൾ തടഞ്ഞു നിർത്തിക്കൊണ്ടൊന്നും രാധിക എന്നിൽ നിന്നും അടുത്തെടുക്കാൻ പറ്റില്ല. ഈ ഒരു ഫോൺ ചിലപ്പോൾ നിങ്ങൾക്ക് പിടിച്ചു വയ്ക്കാൻ പറ്റുമായിരിക്കും, പക്ഷേ ഇത് മാത്രമല്ല വരണ്ട മുമ്പിലുള്ള മാർഗം. അത് ഞാൻ നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തരാം. പിന്നെ അവൻ അടുത്ത മാർഗവും കൊണ്ട് ഇറങ്ങാൻ നിൽക്കുക. അതിന് നീ ഇനി അവളെ കണ്ടിട്ട് വേണ്ടേ മോനെ? നീ എന്നല്ല, ആരും കാണില്ല. നിങ്ങൾ തമ്മിലുള്ള സ്നേഹം ദേ ഇവിടെ തീർന്നു. ഇനി അതിലൊരു കുരുപ്പുണ്ടായാ പോലും അത് കയ്യോടെ കരിച്ചു കളയാനും ഈ സുകുമാരിക്കറിയാം. കേട്ടോടാ മോനെ.
എവിടെ നീ കെട്ടിയ താലി? എനിക്ക് മരിക്കണം. എന്തി കാണിക്കുന്നത്? തൊട്ടു. ഈ കുടുംബത്തിന്റെ ശാപം വാങ്ങിച്ചവനാ നീ. നീ ഇവളെ കൊണ്ട് ഒരിക്കലും ജീവിക്കില്ലടാ, ഒരിക്കലും ജീവിക്കില്ല. ഇതെന്തായി കാണുന്നത്? നമ്മളെല്ലാവരും കൂടി പറഞ്ഞപ്പോ പ്രിയങ്ക എല്ലാം മതിയാക്കി വെച്ചതാ. പക്ഷെ ഇവള് നിർബന്ധിച്ചു കാണും. അല്ല മുത്തശ്ശി, ഞാൻ നിർബന്ധിച്ചിട്ടൊന്നുമില്ല. അവള് കരഞ്ഞെന്റെ കാല് പിടിച്ച് പറഞ്ഞപ്പോൾ. എന്നാ പിന്നെ അതറിയണമല്ലോ. ഞാൻ പ്രിയങ്ക മോളെ വിളിക്കാം. അച്ഛനോടും അമ്മയോടും പറയണമെന്ന് ഞാൻ ചേച്ചിയോട് പറഞ്ഞു. അപ്പൊ എന്നോട് പറഞ്ഞു അതിന്റെ ഒന്നും ആവശ്യമില്ലെന്ന്. നീ വലിയ ആളായി കഴിയുമ്പോ അവര് നിന്റെ പിന്നാലെ വന്നോളൂ എന്നൊക്കെ ചേച്ചി പറഞ്ഞു. ദൈവം വാക്ക് മാറ്റിയാൽ പോലും നിന്റെ വാക്കുകൾക്ക് മാറ്റം വരില്ല എന്ന് വിശ്വസിച്ചിരുന്നവനാ ഞാൻ. ജീവശ്വാസം പോലെ നിന്നെ സ്നേഹിച്ചിരുന്ന എന്നെയാണ് നീ ചതിച്ചത്. ആ നിന്നോട് ഒരിക്കലും ഞാൻ പൊറുക്കില്ല. കടന്നു പോയ എന്റെ മുന്നിൽ നിന്ന്. പറഞ്ഞത് കേട്ടില്ലടി. ഇനി എന്തിനാ നീ നോക്കി നിൽക്കുന്നേ? ഇറങ്ങ, പടിക്ക് പുറത്തിറങ്ങാൻ. ദേവന് വേണ്ടാത്ത നിന്നെ ആറ്റുവാ ശരിക്കും വേണ്ട. ഇങ്ങോട്ട് ഇങ്ങോട്ട് പോ. മുത്തശ്ശി ഇറങ്ങടിയാ. ഞാനൊന്ന് പറഞ്ഞോട്ടെ. അങ്ങോട്ട് ഇറങ്ങാൻ. മുത്തശ്ശി മുത്തശ്ശി അല്ല. പോടി അങ്ങോട്ട്. മാഡം, വേറെ ആരെന്നെ തള്ളി പറഞ്ഞാലും എന്റെ അച്ഛൻ എന്നോട് അങ്ങനെ പറയുന്ന ഞാൻ കരുതിയില്ല. എന്റെ മനസ്സിൽ ഞാൻ കെട്ടിപ്പൊക്കിയ സ്നേഹത്തിന്റെ കണക്ക് ഇത്ര ഉണ്ടായിരുന്നുള്ളൂ മാഡം. മനസ്സറിയാത്ത കാര്യങ്ങൾക്ക് മാത്രം ശിക്ഷിക്കപ്പെടാൻ ഞാൻ എന്ത് പാപ ചെയ്തത്? എല്ലാത്തിനും ഓരോ ഉത്തരവേ ഉള്ളൂ. എന്റെ ജന്മം ശരിയല്ല. എന്നെ എന്തിനാ അമ്മ ബാക്കി വെച്ചത്?